നമ്മളുടെ നാട്ടിൽ നമ്മൾ ചിലപ്പോൾ ചില ആൾക്കാർ ആത്മീയതയിൽ പറ്റിച്ചു എന്ന് പറഞ്ഞ് ചില ആൾക്കാരൊക്കെ പിടിക്കാറുണ്ട്. ചില പറ്റിച്ചെന്നുള്ള ഭാഗം ഒരുപാട് കേൾക്കാറുണ്ട്. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യേണ്ടത് ആദ്യം ദൈവത്തെയാണ്, അല്ലേ? അമ്പലത്തിൽ പോയി എത്ര കാലം എന്തെല്ലാം അമ്പലത്തിലും പള്ളിയിലൊക്കെ പോയി എന്തെല്ലാം പൂജ ചെയ്ത് മക്കളുടെ കല്യാണം നടക്കണം. ചിലതൊക്കെ ഒക്കുന്നുണ്ട്, ചിലതൊന്നും ഒക്കുന്നില്ല. അപ്പോഴാദ്യം നമ്മൾ കോടതിയിൽ വിളിച്ചുകൊണ്ട് വരേണ്ടത് ദൈവത്തെയാണ്. ഇതിന് ആൾക്കാർ ഒരുപാട് പേര് കൂട്ടും നിൽക്കുന്നുണ്ട്, അല്ല? ഈ പറയുന്ന അവസ്ഥയെ ആശ്രയിച്ച് നിൽക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ഭയങ്കരമായിട്ട് സഫർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്താണ് ഈ കോടതിയും പോലീസൊന്നും അനങ്ങാത്തത്? ഈ കോടതിയും പോലീസും ഒന്നും അനങ്ങില്ല. ആരെങ്കിലും എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും പറഞ്ഞാൽ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ നമ്മൾ തെളിച്ചത്തിലോട്ട് കൊണ്ടുവരണം. ശിക്ഷിക്കുകയല്ല, തെളിച്ചത്തിലോട്ട് കൊണ്ടുവരണം. അതാണ് ചെയ്യേണ്ടത്. അപ്പം തെളിച്ചം എന്താണെന്ന് അറിയാൻ പാടില്ലാത്ത ഒരു സമൂഹം, അല്ലേ? തെളിച്ചം എന്താണെന്ന് അറിയാൻ പാടില്ല, സ്വസ്ഥത എന്താണെന്ന് അറിയാൻ പാടില്ല. അങ്ങനെയുള്ളവരല്ലേ ഈ പിടിച്ച് അറസ്റ്റ് ചെയ്യുക, ശിക്ഷിക്കുക. നമുക്ക് ദൈവവിശ്വാസമുണ്ട്, അതൊരു വ്യക്തിയിലുള്ളതാണ്. പക്ഷേ ദൈവവിശ്വാസത്തോടെ ആകാൻ വേണ്ടിയിട്ട് പ്രചരിപ്പിക്കുക, വലിയ സംഘടന ഉണ്ടാക്കുക, ഇതൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇതൊന്നും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടൊരു ബന്ധവുമില്ല. അപ്പോൾ ഏറ്റവും വലിയ ക്രിമിനൽ എന്ന് പറയുന്നത് ദൈവമാണ്, അല്ലേ? ഏറ്റവും വലിയ ക്രിമിനൽ ദൈവമാണ്. കാരണം അവിടെ പുഷ്പാർച്ചന നടത്തുന്നു, അല്ലെങ്കിൽ കുർബാനയ്ക്ക് കാശ് കൊടുക്കുന്നു, പള്ളിക്ക് വേണ്ടിയിട്ട് വലിയ കാശ് പിരിച്ച് വലിയ പള്ളിയൊക്കെ പണിയുന്നു. സത്യത്തിൽ ഏറ്റവും വലിയ ഫ്രോഡ് പരിപാടിയല്ലേ? ആർക്കും അറിയാനും അനുഭവിക്കാനും തിരിച്ചറിയാനും പറ്റാത്തൊരു കാര്യത്തെ എടുത്ത് ലോകത്തിലുള്ള എല്ലാ ആൾക്കാരെയും അതിനകത്ത് പെടുത്തുന്നു. അപ്പോൾ ആദ്യം പിടിച്ച് ഇവരെ നേരെ ചൊവ്വേ ആക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനുള്ളത് ഇവിടെയാണ്. ഓക്കെ.